മതം ഒരു പ്രധാനപ്പെട്ട വിഷയമല്ല എന്ന് നമ്മളുടെ പുതുതലമുറയെ പഠിപ്പിച്ചപ്പോ you only live once, you only lives one, നീ ഒരിക്കൽ മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന യോളോ ആശയങ്ങളെ സമൂഹത്തിലേക്ക് പകർന്നു കൊടുത്ത് ജീവിതം എന്നത് ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കാനും അറമാദിക്കാനും അത് ആനന്ദിക്കാനും സർവം മറന്ന് ആനന്ദിക്കാനുമുള്ളതാണെന്ന് പഠിപ്പിച്ച് ആ കുട്ടികളിലേക്ക് കഞ്ചാവ് കേക്കിന്റെ ഒക്കെ രൂപത്തിൽ കൊടുക്കുന്ന അവസ്ഥയുണ്ടാകണം, അത് ലീഗലൈസ് ചെയ്യണം, അത് തെറ്റല്ല എന്ന ആശയങ്ങൾ നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുത്തപ്പോ കുട്ടികളിൽ സംഭവിച്ചതെന്താ? നമ്മൾ ആലോചിച്ചോക്കെ. നമ്മുടെ കൂട്ടത്തിൽ ഒരു പക്ഷേ തെറ്റാണ്, സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ ഈ അങ്ങാടിയിൽ എന്നെ കേൾക്കുന്നവരിൽ ഉണ്ടാകും. സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ തെറ്റാണ്, സ്വന്തം ശരീരത്തെ കൊല്ലാണ്, അള്ളാഹു അനുവാദം തരാത്ത കാര്യമാണ്. പക്ഷേ നമ്മൾ ബഹുമാനിക്കുന്ന ഒരാൾ മുന്നിൽ കണ്ടാൽ മെല്ലെ അത് കാലിൻ്റെ ഒട്ട് കെട്ടെന്ന് ചവിട്ടി വരച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ അങ്ങനെ ചെയ്തിട്ടേ അല്ല എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ ആൾക്കാർ അങ്ങാടി നിൽക്കണം നമ്മൾ കാണില്ലല്ലേ. നമ്മളെ കുട്ടികളോട് നിങ്ങൾ പോയിട്ട് ഒന്ന് ചോദിച്ചു നോക്കി, നിനക്ക് സിഗരറ്റ് വലിക്കണതിനെ പറ്റി എന്താ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കുട്ടി നമ്മളോട് എന്തേ പറയുള്ളൂ? അത് തെറ്റല്ലേ ഉപ്പാന്ന് ചോദിക്കും. പക്ഷെ ഇത്തരം മനുഷ്യർ സമൂഹത്തിൽ പണിയെടുത്തപ്പോ മൈക്ക് നീട്ടി വരുന്ന മനുഷ്യരോട് യാതൊരുവിധ മടിയുമില്ലാതെ പേടിയുമില്ലാതെ ഇന്നത്തെ കുട്ടികൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? ശൈശവം കഴിഞ്ഞ് ബാല്യം കഴിഞ്ഞ് കൗമാരം കഴിഞ്ഞ് ജീവിച്ചു പോകുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന നമ്മൾ. ശൈശവം കഴിഞ്ഞ് ബാല്യത്തിലേക്ക് എത്തിയവരുണ്ട്, ബാല്യം കഴിഞ്ഞ് കൗമാരത്തിലേക്കും യൗവനത്തിലേക്കും എത്തി ജീവിതത്തിന്റെ ഏറ്റവും ധന്യമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അതും കഴിഞ്ഞ് മധ്യവയസ്കത കഴിഞ്ഞ ആളുകളുണ്ട്, കുടുംബമായി കഴിയുന്നവരുണ്ട്. നമുക്കൊക്കെ ഒരു കുട്ടിക്കാലമുണ്ട്. ഇങ്ങനെ ചോദിച്ച എന്തായിരുന്നു നമ്മളൊക്കെ പ്രതികരണം? എന്തായിരുന്നു ഒരു കാലം വരെ ഈ നാട്ടിലുള്ള ആളുകളുടെ പ്രതികരണം? അതിനപ്പുറം ലോകം എന്നെ കാണുന്നെന്ന് നാട്ടുകാരറിയുന്നുണ്ട്, എന്റെ പിതാവും മാതാവും അടക്കം ഇത് കാണുന്ന സാഹചര്യം ഉണ്ടാകും. എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകർ സോഷ്യൽ മീഡിയകളിൽ ഇത് കാണും. എന്റെ പ്രിയപ്പെട്ടവരും എന്റെ കുടുംബവും എന്റെ സുഹൃത്തുക്കളും അടക്കം ഇത് അറിയും. നിയമപാലകരായിട്ടുള്ള ആളുകളുടെ മുന്നിൽ ഒരു പക്ഷേ എന്റെ ചിത്രങ്ങൾ എത്തുമൊക്കെ അറിഞ്ഞിട്ടും ഇന്ത്യ രാജ്യത്ത് പ്രാബല്യത്തിൽ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നിയമം ഏതാണ് എന്ന് ചോദിക്കുമ്പോ ലവലേശം പേടിയില്ലാതെ നമ്മളുടെ മക്കൾക്ക് കഞ്ചാവിനെ കുറിച്ച് ഈ രൂപത്തിൽ സംസാരിക്കുന്ന അവസ്ഥയുണ്ടാക്കി കൊടുത്തതിന്റെ പിന്നിലെ പ്രതികളാരാണ് എന്ന് ഭരണകൂടം ചർച്ച ചെയ്യണം, നിയമപാലകർ ചർച്ച ചെയ്യണം, നിയമനിർമ്മാണ സഭകളിൽ ഇത്തരം ആളുകളെ കുറിച്ചുള്ള ചർച്ചയുണ്ടാകണം. ഇവർ പറയുന്ന ഈ കിളിപ്പെടുത്തുന്ന ആശയങ്ങൾക്ക് നിറം പകർന്ന് പിന്തുണ കൊടുക്കലല്ല ഭരണകൂടങ്ങളുടെയും പ്രതിപക്ഷങ്ങളുടെയും ഉത്തരവാദിത്തമെന്ന് ഇവിടെയുള്ള ആളുകൾ തിരിച്ചറിയണം.